ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. മൺഡേ ടു ഫ്രൈഡേ എൻ്റെയും പമ്മൂസിൻ്റെയും ആഫ്റ്റർനൂൺ വരെയുള്ള ഒരു റുട്ടീനാണ് കാണിക്കുന്നത്. സോ വെൽക്കം ഓൾ ടു മൈ ചാനൽ. മോർണിംഗ് ഒരു 8:30 ആകുമ്പോൾ തന്നെ പമ്മൂസിൻ്റെ കുളിയും ബ്രഷിങ്ങും ബ്രേക്ക്ഫാസ്റ്റും അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. കാരണം പമ്മൂസ് 6:30 ഒക്കെ ആകുമ്പോഴേക്കും മോർണിംഗിൽ എണീക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ടെറസിൻ്റെ പൊക്കത്ത്, അച്ഛൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ടെറസിൻ്റെ പൊക്കത്ത് കുറച്ച് നേരം നടക്കാനായിട്ട് ഇറങ്ങും. ഡെയിലി ഞങ്ങളിത് ഇറങ്ങും. അപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടാകും. ആ സമയത്ത് കുറച്ച് വെയിലൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് നേരം കളിക്കും ഞങ്ങൾ. പമ്മൂസിന് എന്തെങ്കിലുമൊക്കെ കളിക്കാനായിട്ട് കൊടുത്തിട്ട് ആളെ എന്തിനെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കയറും. ബോറടിക്കുമ്പോൾ ആൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ വരും കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറേ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഇങ്ങനെ നിന്നോളൂ. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോദിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ച് ആളവിടെ അങ്ങനെ നിൽക്കും കുറച്ച് നേരം. ക്യാമറ എവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ ആൾ വന്ന് ഡാൻസ് കളിക്കുവേ. ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആൾ, ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യാനാണ്. ഉപ്പിടാനായിട്ട്, മഞ്ഞപ്പൊടി ഇടാനായിട്ട്, ഇങ്ങനെയുള്ളതെല്ലാം ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം കേട്ടോ നമ്മൾ. അതേപോലെ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കൽ എല്ലാം പറഞ്ഞാൽ ചെയ്തു തരും. കുറച്ച് ലാഗ് ഉണ്ടാക്കും. ഇങ്ങനെ ആളുടെ ഇഷ്ടത്തിന് ഫ്രിഡ്ജിൽ നിന്ന് തുറന്നും അടച്ചു വയ്ക്കുക ആളെടുത്ത് തരുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആളെ കൊണ്ട് ഞാനിങ്ങനെ ചെയ്യിപ്പിക്കും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, കൂടെ ആരെങ്കിലും കളിക്കാൻ വേണമെന്ന്. എന്തെങ്കിലും ടോയ്സൊക്കെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ തന്നെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളിച്ചോളൂ കേട്ടോ. ആൾ കുറേ പ്രിട്ടൻഡ് ചെയ്ത് കളിക്കാറുണ്ട്. അതായത് ഇപ്പം ഫയർ ട്രക്കൊക്കെ ഉണ്ടെങ്കിൽ ആൾ തന്നെ ആ ഫയർ ട്രക്ക് ഫൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആൾ പ്രിറ്റൻഡ് ചെയ്തൊക്കെ ഇങ്ങനെ കളിച്ചോളും. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പണികളും നടക്കും. ആളവിടെ ഇരുന്ന് അങ്ങനെ കളിച്ചോളും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾ ലാപ്ടോപ്പിൽ എന്തെങ്കിലും വീഡിയോസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ആൾ തന്നെ പറയും കേട്ടോ. പമ്മൂസിന് കാണാറാകുമ്പോൾ പമ്മു തന്നെ പറയും, എനിക്ക് ഇന്ന വീഡിയോ വെച്ചതാന്ന് പറയും. ചില സമയത്ത് JCB ചോദിക്കുമോ, അല്ലെങ്കിൽ ഫയർ ട്രക്ക്, കൊച്ചിൻ്റെ കയ്യിലുള്ള ടോയ്സ് ഏതാണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വെച്ച് തരാൻ പറയും. അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കും. പിന്നെ ആൾ തന്നെ കസേരയൊക്കെ വലിച്ചിട്ട് ഒരു കുഞ്ഞു മേശയും ഫ്രണ്ടിൽ വെച്ച് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ തൊപ്പി വേണമെങ്കിൽ അതെടുത്തതാ, എല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതേപോലെ കുറച്ച് നേരം ഇങ്ങനെ അടങ്ങിയിരുന്ന് കാണും. ബോറടിച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങിപ്പോയിട്ട് ഒന്നല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിരുന്ന് സംസാരിക്കും, അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ട് ആൾ കളിച്ചോളും. ഈ ഒരു പ്രായത്തിൽ എനിക്ക് പമ്മൂസിനെ മാനേജ് ചെയ്യാൻ അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നാറില്ല. കാരണം കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഹോളിൽ വന്നിരുന്ന് തന്നെ കൊച്ചിൻ്റെ കൂടെ ഇരുന്നാണ് ചെയ്യാറ്. കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ച്, ഇപ്പോൾ കാർട്ടൂൺ കാണുവാണെങ്കിൽ അതെന്താ കാണുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഹോളിൽ ഇരുന്ന് തന്നെ ഞാൻ മാക്സിമം കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും അതൊക്കെ ഞാൻ ഹോളിൽ ഇരുന്ന് തന്നെയാണ് ചെയ്യാറ്. പമ്മൂസിന് ഞാൻ ഫുൾ ടൈം അങ്ങനെ സ്ക്രീൻ സ്പേസ് കൊടുക്കാറില്ല. ഇതിപ്പം കൊച്ചിന് ഇഷ്ടമുള്ള സമയത്ത് കൊച്ചു തന്നെ ചോദിക്കും കാണാനുള്ളത്. അപ്പം ഇത്തിരി നേരത്തേക്കുള്ളൂ കേട്ടോ. അത് കണ്ടു കഴിയുമ്പോഴേക്കും ആളങ്ങനെ ആൾക്ക് ഫോൺ കണ്ടുകൊണ്ടിരിക്കണം എന്നോ, അങ്ങനെ ലാപ്ടോപ്പ് കൂടുതൽ നേരം കണ്ടുകൊണ്ടിരിക്കണോ, അങ്ങനെ ആൾക്ക് താല്പര്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ആൾക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഇപ്പോൾ JCBയുടെ കാർട്ടൂൺ കുറച്ച് നേരം കാണാം. അപ്പോൾ അത് മൂഡ് തോന്നുമ്പോൾ ആളിങ്ങനെ ചോദിക്കും വെച്ച് തരുമെന്ന്. അപ്പം ഞാൻ വെച്ച് കൊടുക്കും. ഇന്ന് ഞാനൊരു സിമ്പിൾ ലഞ്ചാണ് പ്രിപ്പയർ ചെയ്തത്. ഒരു കോളിഫ്ലവർ റോസ്റ്റും പിന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബസ്മതി കൊണ്ടുള്ളൊരു റൈസുമാണ്. ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ കൊച്ചായിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കും. ഒരു 12:30 ഒക്കെ ആകുമ്പോഴേക്കും ലഞ്ച് കൊടുക്കും ഞാൻ. അങ്ങനെ ലഞ്ച് കഴിക്കുന്ന സമയത്ത് യൂഷ്വലി ഒരു ചെറിയ വീഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആളിരുന്ന് കഴിക്കും. ലഞ്ച് കഴിച്ച് കഴിഞ്ഞൊരു 1/2 hour ആൾക്കൊരു
ജസ്റ്റ് എന്തെങ്കിലും സ്റ്റോറി ബുക്കൊക്കെ വായിക്കാൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ടൊരു 1 o'clock ഒക്കെ ആകുമ്പോഴേക്കും നാപ്പ് ടൈമാണ്. ഇതൊരു റുട്ടീനാണ്. കറക്റ്റ് ആ സമയമാകുമ്പോൾ ആൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടാകും. ഇത് കുറച്ച് നാളെടുത്ത് സെറ്റാക്കി എടുത്തൊരു റുട്ടീനാണ് കേട്ടോ. ഈ കറക്റ്റ് സമയത്ത് ലഞ്ച്, അതേപോലെ 1 മണിക്ക് നാപ്പ് ടൈം, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത റുട്ടീനാണ്. നല്ല കൊതുകുണ്ടേ. ഉച്ചയാണെങ്കിലും റൂമിൽ കർട്ടനൊക്കെ അനക്കി കഴിഞ്ഞാൽ നല്ല കൊതുകാണ്. അപ്പം ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ കൊതുകിനെയൊക്കെ ജസ്റ്റ് നോക്കിയിട്ടേ ഞാൻ എൻ്റെ പണിക്ക് പോകാറുള്ളൂ. പിന്നെ കിച്ചണിൽ കുറച്ച് ബാക്കിയുള്ള പാത്രം കഴുകൽ, കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കൽ, അങ്ങനെയുള്ള കുറച്ച് പണികൾ ഞാൻ കംപ്ലീറ്റ് ആക്കും. ഇത് ഇനീഷ്യൽ അവേഴ്സിൽ തന്നെ ചെയ്യണം കേട്ടോ കുഞ്ഞുറങ്ങുമ്പം. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തട്ടലും മുട്ടലും കേട്ടാൽ ആളെണീക്കും. പക്ഷേ ആ തുടക്കം ഉറങ്ങുന്ന സമയത്ത് എന്ത് സൗണ്ട് കേട്ടാലും ആളെണീക്കില്ല. അപ്പം മേജർ പണികളൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യേണ്ട കുറച്ച് പണികളെല്ലാം ചെയ്തിട്ട് പിന്നെ എൻ്റെ റെസ്റ്റിംഗ് ടൈമാണ്. ഞാനും കൊച്ചിൻ്റെ കൂടെ പോയി, ഞാൻ ഉറങ്ങുമൊന്നുമില്ല. എനിക്ക് കുറച്ച് ചെയ്യാനുള്ള വർക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഞാനും എൻ്റെ ഒരു മീ ടൈം സ്പെൻഡ് ചെയ്യും കുഞ്ഞെണീക്കുന്നവരെ. അപ്പം അങ്ങനെയാണ് ഒരു ആഫ്റ്റർനൂൺ വരെയുള്ള ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്ത, ഞാനും പമ്മൂസും സെറ്റ് ചെയ്തെടുത്തൊരു റൂട്ടീൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.